നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. പുതിയ ദിവസമാണ്. പുതിയ തമാശകൾക്കും പുതിയ സ്കിറ്റിനും കാത്തിരിക്കുകയാണെന്നറിയാം. പുതിയ കുറച്ച് പ്രേക്ഷകരും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് ഫ്രം കളമശ്ശേരി. എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒപ്പം തന്നെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. നസീറിക്കയുടെ കൂടെയും പ്രചോദേട്ടൻ്റെ കൂടെയും ആ കുട്ടി മടങ്ങിയെത്തുകയാണ്. ചെന്നൈയിൽ നിന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മുട്ടയുടെ ശക്തിയിൽ അദ്ദേഹം കടന്നു വരുന്നു. ലെറ്റ്സ് വെൽക്കം അംബികാമ്മ. നമസ്കാരം. വെൽക്കം ബാക്ക്. ഇടയ്ക്കൊരു ഗ്യാപ്പിൽ മിയ ഒന്ന് വന്ന് പോയായിരുന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്തോ ഭാഗ്യം കൊണ്ടാ വരാൻ പറ്റിയേ. അന്നും ചേച്ചി അന്നും ജീവ ഈ മുട്ടയുടെ കാര്യം പറയുന്നുണ്ട്. നീ എപ്പോഴും വിളിക്കുന്നുണ്ട് ആ മുട്ട അമ്പി ചേച്ചി അവിടെ നിന്ന് എടുത്തോ. മദ്രാസിൽ മുട്ടയ്ക്ക് വില കൂടി. വില കൂടി. ഒറ്റ DRP ഒക്കെ മുട്ടയുടെ DRP കയറി. അതെ അതെ അതെ. അമ്മ എന്തുകൊണ്ട് ഞങ്ങൾ മിസ് ചെയ്തായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ തവണത്തെയും പോലെ കുറച്ച് സമയം ഇരുന്ന് വേറൊന്നിനെ പറ്റി ആലോചിക്കാം, ചിരിക്കാം. പ്ലീസ് 3 പേർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇരിക്കും, റിലാക്സ് ചെയ്യൂ പ്ലീസ്. വെൽക്കം ചേച്ചി. എന്നെ നിങ്ങൾക്ക് സ്കിറ്റൊന്നും ഇല്ല. പോയാ ചൂട്ട് തുടങ്ങട്ടെ. ചൂട്ടിപ്പോ തീരും. സംഭവം അടച്ചു പോകും കേട്ടോ. ഞാൻ പറഞ്ഞില്ല. ചെല്ല ജീവ എന്നാ ചെല്ല്. അവിടെ ചെല്ല്. ഞാൻ അങ്ങോട്ട് വരും. ഇങ്ങോട്ട് പിള്ളേരെ കിട്ടല്ലോ. സാധനം എടുക്കണ്ടേ? പൈസ എന്തോ സാധനം ഒന്നും അറിയാൻ മേല. ചൂട്ട് താമസിക്കും. 9 മണിക്ക് സാധനം അടച്ചു പോകും. പൈസ ഇങ്ങോട്ടെങ്കിൽ എടുത്തു വെക്കാം. അപ്പൊ ഇന്നലെ തന്ന 1000 രൂപ. ഇന്നലെ തന്ന 1000 തന്നെങ്കിൽ 2000-ത്തിന് അടിയും കഴിഞ്ഞല്ലേ പോയത്? ആണോ? അത് മറന്നോ? ഞാൻ ഒരു 500. അപ്പൊ 500 ആയി. ഇനി ബാക്കി 500 ഇല്ല. ഞാൻ നോക്കട്ടെ. അവരും കൂടെ വിളിക്കേ. അപ്പൊ ആള് കൂടുമല്ലോ. ആള് കൂടിയാ ഷെയർ പറയുമല്ലോ. അപ്പം ബാക്കിയോടെ ഒപ്പിക്കണമല്ലോ. അല്ല നിങ്ങള് ഇടുന്നില്ലേ? ഞാൻ ഗതാഗതം പോയി മേടിച്ചിട്ടൊക്കെ വരണ്ടേ. അപ്പൊ കാശ് എടുത്തില്ല. കാശ് ഇടാം. നീല ഷർട്ട് വിട്ട് ചിരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് താല്പര്യമില്ല. ആകെ മനസ്സ് സുഖമില്ലെന്ന്. നമ്മൾ മേടിച്ചു വെച്ചാൽ താല്പര്യം വരും. വൈകുന്നേരം ആവുമ്പോ പ്രചോദനം അവന് നല്ല മൂടായിരുന്നു. പുള്ളിയുടെ കാര്യം പിന്നെ പേടിക്കണ്ട. ഒരു ടെൻഷനില്ല. പുള്ളി മാസം ആദ്യം തന്നെ ഷെയർ 1 മാസത്തേക്കുള്ളിൽ ഇട്ട് തരുക. വീട്ടിൽ റേഷൻ മേടിച്ചില്ലെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഇട്ട് അടിക്കുന്ന പെഗിന്റെ കണക്കും കൃത്യമായിട്ട് വാട്സാപ്പിൽ അയക്കും അല്ലേ? ഇന്ന് നസീർക്കാട് വിടാം. എനിക്കൊരു മൂടില്ല അടിക്കരുത്. നിങ്ങൾ വേറെ ആരും പിടിക്കും. ഇന്ന് ഞാൻ വിട്ടു. ഞാൻ ഒഴിയുക. ശരി. അപ്പൊ 3 പേരും കൈ ഒഴിഞ്ഞു. നമ്പർ പറഞ്ഞേ. 9847465043. ഉള്ളിടാനാണോ? അല്ല, ബ്ലോക്ക് ചെയ്യാനാണ്. പരിപാടി കാണിച്ചു. പൈസ ശരി ആയിക്കോട്ടെ. താല്പര്യമില്ലാത്തോണ്ടാണ്. വേണ്ട താല്പര്യം വേണ്ട. ഓക്കെ, അങ്ങനെ തന്നെ. ഞാൻ വേറെ അടുത്ത ആളെ പിടിക്കാം. വേറെ വളച്ച് 2 എണ്ണം അടിക്കാൻ പറ്റും. ഒരുത്തരം വന്ന് ചാടുന്നില്ലല്ലോ. ഒരു പണി ചെയ്യാം. രമേശനെ വിളിക്കാം. ഹലോ. രമേശാ, എന്തോടാ? എടാ ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യാവോ? ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്യാവോ? 500 രൂപ ഇല്ല. ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ പണിക്കുവോ? വൈകിട്ട് ഞാൻ നിനക്ക് 800 രൂപ തരാം. പണിക്ക് പോനെ. കട്ട് ചെയ്ത് അത് ശരി. വെറും 500 രൂപ ചോദിച്ചപ്പോ മുട്ടൻ പണി ഇങ്ങോട്ട് തരുവാണല്ലോ. ഇവനെ ബ്ലോക്ക് ചെയ്യല്ലേ. ഇവൻ എന്നെ വഴിതെറ്റിക്കും. അതാ 500 രൂപ ഒരാളോട് ചോദിച്ചിട്ടേ വിഷയം. 10 പേരോട് 50 വീതം ചോദിച്ചാൽ പൈസയും തിരിച്ചു കൊടുക്കണ്ട. പൈസയും 500 രൂപ വിളിക്കാം. അല്ലെങ്കിൽ തന്നെ വിളിച്ച സമയങ്ങളുടെ എന്തിനാ? ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഒരു മെസ്സേജ് അങ്ങ് ഇടാം. നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിക്കണം. ഹലോ സുഹൃത്തെ, ഞാനേ ഇവിടെ ഒരു ATM നിൽക്കുവാണേ. 450 രൂപ അക്കൗണ്ടിലുണ്ട്. 50 രൂപ ഉണ്ട്. 500 ആക്കി എനിക്ക് തിരിച്ചെടുക്കായിരുന്നു. ആരെങ്കിലും ഒന്ന് സഹായിക്കോ? ഒരു 50 രൂപ ഇട്ട് പ്ലീസ്, ദയവായിട്ട്. ഓക്കെ. തമ്പ് വന്നു തുടങ്ങി. കൊത്തുന്നുണ്ട്. ബസ്സിൽ പോണം 10 മണിയുടെ ബസ്സിൽ പോണം 10 മണിയുടെ ബസ്സിൽ പോണം 10 മണിയുടെ. ഏത് പാർട്ടിയുടെ മുദ്രാവാക്യം? സംഭവം എന്താ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത്യാവശ്യം മറവിയുള്ളതാ. അപ്പൊ ഈ അത്യാവശ്യ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അയ്യോ, മറന്നു പോകുന്നുണ്ട്. ആ മറന്നു പോകുന്ന സാധനങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് കിടക്കും. അത് ശരി. ഭയങ്കര സംഭവം. അത് ഭയങ്കര സംഭവമാണ്. എന്നാ എന്താണ് ഇപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? എന്താണ് ഞാൻ പറഞ്ഞത്? ആദ്യം വിളിച്ചിട്ട് വന്നാണോ? അത് 10 മണിയുടെ ബസ്സിന് പോകണം. 10 മണിയുടെ ബസ്സിന് പോകണം. ഇത് വലിയ പണിയാ കേട്ടോ ഇങ്ങനത്തെ മറവി. പിന്നെ പണിയാണോന്നോ? ഒരു ദിവസം ഒരു 10-10:30 ആയിക്കണം. ഞാൻ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടക്കാൻ വേണ്ടിട്ട് പെരക്കകത്ത് എന്റെ മുറിയിലോട്ട് പോയി. മുറി ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണിരിക്കുന്നു. കിടക്കണായിരുന്നു?
കിടക്കനായിരുന്നു. അല്ല കിടുങ്ങിപ്പോയോന്ന്. ആ പിന്നെ കിടങ്ങിപ്പോവല്ലേ? ഞാൻ കാറൊക്കെ പോയി പുറത്തിറങ്ങി അയൽവക്കക്കാരൻ വീട്ടുകാരൻ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മുറിക്കകത്ത് ഒരു പെണ്ണിരിക്കുന്നത്. അപ്പൊ എന്റെ അമ്മാവൻ വന്ന് ഒറ്റ അടി അടിച്ചിട്ട് പറയാണ്, എടാ മണ്ട, ഇന്ന് നിന്റെ കല്യാണം വരുന്നത് ആ ഇരിക്കുന്നത് നിന്റെ ഭാര്യയാണ്. കല്യാണം ചെയ്ത് മറന്നുപോയോ? മറന്നുപോയത് എന്നെ. മറവിയായിട്ടും കല്യാണം കഴിച്ചു. കുട്ടികളുണ്ടോ? ഒരു മിനിറ്റ് കൊണ്ട് കുട്ടികളുണ്ടാവും. അതല്ല, ഡൗട്ട് ക്ലിയർ ചെയ്യട്ടെന്ന്. അങ്ങനെ വേണ്ടോ? മൈ വൈഫ്. യെസ്. വൈഫിനോട് അത്രക്ക് സ്നേഹമല്ലേ? അതുകൊണ്ടല്ല, മറന്നു പോകാതിരിക്കാൻ. അല്ല ഞാൻ എല്ലാവരുടെയും വൈഫിനെ വിളിക്കും. അതിന് മറവില്ല. അത് പിന്നെ കയ്യിൽ നിന്ന് പോടല്ലേ. ഡേ, നമുക്ക് എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികൾ. മുട്ടക്കാട്ട മറവി എന്നിട്ട് കുട്ടികൾ 5 ഉണ്ട്. മറവി എനിക്കല്ലേ, വൈഫിന് നല്ല ഓർമ്മയാ. അപ്പൊ ഈ ജോലിക്ക് പോകാൻ രാവിലെ മറന്നു പോയല്ലേ? ഇല്ല, അവൾ ഓർമ്മിച്ചു വിടും. പെണ്ണുമ്പോൾ ഓർമ്മിച്ചു വിടും. അപ്പൊ ജോലി സ്ഥലത്ത് തിരിച്ചു വരാൻ മറക്കുവോ? ഇല്ല, അത് കൂട്ടത്തിൽ പണി ഇതൊരു ഓർമ്മിപ്പിക്കും. അങ്ങനെയുണ്ട്. പിന്നല്ല, അല്ല ഈ ബസ്സിലേക്ക് കയറി പോകുമ്പോ അത് പ്രശ്നമായി. ഞാനങ്ങ് ബസ്സിലൊന്നും കയറി പോകല. പിന്നെ ഞാനൊരു ബൈക്കിന് അങ്ങോട്ട് പോകും, ഒരു ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ചു വരും. അതെന്നാ ബൈക്കിന് അങ്ങോട്ട് പോയിട്ട് ഓട്ടോയ്ക്ക് തിരിച്ചു വരുന്നത്? ബൈക്ക് അവിടെ വെച്ച് മറക്കുമല്ലോ. കഷ്ടപ്പാണോ നോക്കണം. അതാണ്. പക്ഷെ എന്തൊക്കെ മറന്നാലും ഒരു സാധനം ഞാൻ മറക്കുകയാണ്, ബൈക്കിന്റെ ചാവി. മനസ്സിലായോ? രാവിലെ ഒരുങ്ങുമ്പോ തന്നെ ഈ സാധനം എടുത്ത് പോക്കറ്റിട്ട് ഞാനിങ്ങനെ ഇറങ്ങും. മറവില്ല. ഇല്ല. എന്നിട്ട് ബൈക്ക് എവിടെ? അയ്യോ, ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. എന്ത് പരിപാടിയാണ് ഇത്? എന്തെല്ലാം അവസ്ഥ ഇത്? ഒന്നും പറയണ്ടെന്നേ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, അന്നേരം ഞാൻ എന്ത് പറഞ്ഞോണ്ടായിരുന്നു വന്നത്? 10 മണിയുടെ ബസ്സിന് പോകണം. 10 മണിയുടെ ബസ്സിന് പോകണം. ബസ്സിന് പോകണം, ബസ്സിന് പോകണം. 10 മണിയുടെ ബസ്സിന് പോകണം. ബസ്സിന് പോകണം, ബസ്സിന് പോകണം. 10 മണിയുടെ ബസ്സിന് പോകണം. ബസ്സിന് പോകണം, ബസ്സിന് പോകണം. എന്തെല്ലാം അവസ്ഥ! ഒരു മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ മറവ് വരാവോ? ഭാഗം മറന്നു വെച്ചിട്ട് അങ്ങ് പോയി. ഇനിയിപ്പോ വരുമെന്ന് തോന്നില്ല. 2 എണ്ണം അടിക്കാനുള്ള വകുപ്പ് ഈ ബാഗിൽ കാണും മിക്കവാറും. എന്തായാലും നോക്കാം. ഇതെന്നതാ? നല്ല വെയിറ്റ് ഉണ്ട്. പഞ്ചലോക വിഗ്രഹമാണെന്ന് തോന്നുന്നു. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരാഴ്ച അടിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും. ഏതായാലും നമ്മുടെ കൂട്ടുകാരനൊരു സുകുമാരനുണ്ട്, അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ അറിയാൻ പറ്റിയ സംഭവം. ഹലോ ഹലോ, എടാ സുകുമാരാ. എന്തുടാ? എടാ ഈ പഞ്ചലോക വിഗ്രഹത്തിന് ഇപ്പൊ എന്താ മാർക്കറ്റ്? നല്ല മാർക്കറ്റ് ഉണ്ട്. ആണോ? പിന്നെ എന്തായാലും ഏകദേശം 1 കോടി രൂപയൊക്കെ കിട്ടും. 1 കോടി രൂപയോ? പിന്നെ എടാ ഈ വിഗ്രഹേ പഞ്ചലോകാണെന്ന് എങ്ങനെ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഒറിജിനൽ ആയിരിക്കും. വെയിറ്റ് ഉണ്ട്. നിന്റെ കയ്യിലുണ്ടാ? എന്റെ കയ്യിലില്ല. പിന്നെ നീ വെയിറ്റ് ആകുമ്പോ വെയിറ്റ് ഉണ്ടാകുമല്ലോ. ഓ അങ്ങനെ. എന്റെ ഈ വിഗ്രഹം ഉണ്ടോ? നിനക്ക് ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തിന് സംശയിക്കണ്ട? എന്റെ ഈ വിഗ്രഹം ഇല്ല. നിനക്ക് ഇപ്പൊ വല്ല ഡൗട്ടും ഉണ്ടോ? ഇല്ല. ഞാൻ ഡൗട്ട് വന്നതിന് മുമ്പ് കട്ട് ചെയ്തു. അല്ല കുഴപ്പം. ചേട്ടാ അവൻ അതിൽ പിടിച്ച് കയറാൻ നോക്കി. എന്റെ ദൈവമേ, ഇന്ന് കണി കണ്ടവ തന്നെ നാളെയും കണി കാണണം. എടാ നിനക്ക് എന്ത്? നിനക്കെന്ത്? സാറിനെന്ത്? നിനക്കെന്ത്? സാറിനെന്ത്? നിനക്കെന്തടാ? സാറിന് എന്ത്? നിനക്കെന്തടാ? സാറിന് എന്ത്? സാറ് നിനക്കെന്തടാ? സാറിന് എന്ത്? അത് ശരി, ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരുടെ മൂട് മാറ്റാൻ ശ്രമിക്കുന്നോടാ. അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയ എന്തോടാ? നിന്റെ മുഖത്ത് എന്തൊരു കളറേഷൻ ഉണ്ടോടാ? എന്താ പൂച്ച മാന്തിയതാ. പൂച്ച മന്തയിൽ അങ്ങനെ കളറേഷൻ വരുടാ? മാന്തിയ പൂച്ച ഒരു കള്ളപ്പൂച്ചായിരുന്നു. അതല്ലല്ലോ. നീ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഫോൺ ചെയ്യുന്നോട്ടാ, എന്റെ വിഗ്രഹത്തിന്റെ കാര്യമോ ലക്ഷങ്ങളുടെ കാര്യമൊക്കെ? അത് സാറ് കേട്ടായിരുന്നു. കേൾക്കാതിരിക്കാൻ ഇത് കൊറക്കാപ്പുളി ഉണക്കി വെച്ചിരിക്കുകയല്ല, ഇത് ചെവിയായത്. എനിക്ക് കേൾക്കാം. എന്നറിയോ, ഈ പത്രത്തിലൊക്കെ വാർത്ത കണ്ടു 75 ലക്ഷത്തിന്റെ പഞ്ചലോക വിഗ്രഹം പിടികൂടി പോലീസ്. അത് ഞങ്ങളുടെ പണിയാ, ഞങ്ങൾ ചെയ്തോളാം. നീ ബാക്കി പറ. ഈ വാർത്ത ശരിയാണോന്ന് അറിയാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തു. അതല്ല, നിന്റെ കയ്യിൽ പഞ്ചലോക വിഗ്രഹം ഇല്ല. എന്റെ കയ്യിൽ എവിടെന്ന്? ഇല്ല. ഉറപ്പ്? ഇതെന്താടാ? അതിലാത്ത് ഇത് ആർക്കറിയാൻ മേലത്ത്? അത് അറിയാതെ നീട്ടി പിടിച്ചെന്നെ നിൽക്കുന്നത്. അതല്ല, ഇതിന്റെ അറ്റത്തെന്തോടാ? ഇത് ഞാൻ ചോദിക്കാനിരിക്കുന്നു. നിന്റെ അറ്റത്ത് എന്താ? ഇത് പിച്ചളയാണോ ഓടാണോ അതോ നീ വർണ്ണക്കള്ളാസ് ഒട്ടിച്ച് വെച്ചേക്കുവരും? ഒരറ്റ ഇടിയാൻ പറ്റും. എടാ ഈ താഴെ ഇരിക്കുന്ന തോന്നുന്നു. അയ്യോ 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 ബാഗ്. അയ്യോ ബാഗ് ഇയാള് കണ്ടതേ ഇല്ല, എനക്കറിയത്തേ ഇല്ല. ഇത് നിന്റെ ആണോടാ? അല്ല. എടാ ഇത് നിന്റെ ആണോ? 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 ആക്കാവുന്ന ആയാ പറടാ. ഇതിനകത്ത് എന്തുവാ? അത് പറഞ്ഞാൽ സാറ് പേടിക്കും. അയ്യോ നീ ആദ്യം പറ, എന്നിട്ട് ഞാൻ പേടിക്കണം വേണ്ടെന്ന് തീരുമാനിക്കാം. അതിനകത്തൊരു മുട്ടം പാമ്പാണ് സാർ. അയ്യോ ഞാൻ പേടിച്ച്. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞാ പേടിക്കും. പേടിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞാണോ? ഞാനൊരു കാര്യം പറയാം, ഇത്രയും വൃത്തിയുള്ള ബാഗിനകത്താണ് പാമ്പിനെ കൊണ്ടുവരുന്നത്. അത് പാമ്പെന്ന് പറഞ്ഞാൽ അതിഥിയാണല്ലോ. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ഓ അത് ശരി. എന്നാ സാറേ തുറക്കണല്ലേ? പരിശോധിക്കുന്നില്ലേ? പേടി 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 പേടിയൊന്നുമില്ല. എന്നാ ഞാനൊരു കാര്യം പറയാം, അത് പാമ്പല്ല. പിന്നെ പാമ്പല്ലേ? എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര വയറുവേദന. അപ്പൊ ഈ വയറാണ് പൊതി വെച്ചിരിക്കുന്നത്? വയറ് ബാഗിനകത്ത് കൊള്ളൂ. അതില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ മൂത്രം പരിശോധിച്ച് എന്റെ റിസൾട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പരിശോധിക്കാൻ കൊണ്ടുപോകണം. എന്റെ മൂത്രമാണ് ബാഗിനകത്ത്. ബാഗിനകത്താ? വിളച്ചില് വിട്, വിളച്ചില് വിട്. എന്തോടാ നിന്റെ മൂത്രത്തിന് ഒരു ടിങ് ടോങ് ശബ്ദം? എനിക്ക് മൂത്രത്തിൽ കല്ലാണ് സാറേ. പറഞ്ഞേക്കാം.
തുറക്കണം. എങ്കിൽ ഞാനൊരു നഗ്ന സത്യം സാറിന് സിബ് തുറന്ന് കാണിക്കാം. അയ്യോ. ശരി, നഗ്നദൃശ്യം സിബ് തുറന്ന് കാണിച്ചാൽ മയങ്ങുന്ന പോലീസുകാരനാണെന്ന് ആര് പറഞ്ഞടാ? അയ്യോ അതല്ല, ഇതിനകത്തുള്ള സത്യം ഈ ബാഗിന്റെ സിബ് തുറന്ന് കാണിക്കാന്നാ ഞാൻ പറഞ്ഞു. അയ്യോ അതെ, നീ വ്യക്തമായിട്ട് പറയണം, ബാഗിന്റെ സിബെന്ന്. മൈ മിസ്റ്റേക്ക്. തുറക്കടാ. തുറക്കാം. തുറന്നു എടുക്കടാ. എവിടെ? അത് ശരി, നീ മജിഷ്യൻ മുതുകാടാണോടാ? അതിനാ സാറേ? എടാ, ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ മൂത്രം നീ വിഗ്രഹമാക്കി. അയ്യോ 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 അയ്യോ, വിഗ്രഹം. ഓ അറിയത്തില്ല. നീ കയറി ജീപ്പിൽ കയറുവാ. സാറിപ്പ എന്നെ അറസ്റ്റിന് പോയിട്ട് എല്ലാ കാര്യം വല്ല പ്രയോജനം ഉണ്ടോ? പ്രയോജനം ഉണ്ടോന്നോ? എടാ, നിനക്കറിയാമോ, ഞാൻ 6 മാസം കൂടെ ഉള്ളു ഇനി റിട്ടയർ ആവാൻ. അപ്പൊ ഇതുപോലെ അധോലോക വിഗ്രഹ കള്ളനെ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രത്തിൽ പടം വരും, രാഷ്ട്രപതി നേരിട്ട് ഗോഡമണി തരും, എന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവലൂടെ വരും. സാറേ ഞാനൊരു കാര്യം പറട്ടെ, ഇപ്പൊ സാർ എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിനൊരു തൂവലേ കിട്ടുള്ളൂ. ഒന്ന് കണ്ണെടുത്താൽ വലിയ പ്രയോജനമുള്ള പരിപാടികളുണ്ട്. എന്ത് പ്രയോജനം? സാറേ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ ഇതിനൊരു 60 ലക്ഷം രൂപയെങ്കിലും കിട്ടും. 60 ലക്ഷം രൂപ? സാറിപ്പോ ഒന്ന് കണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മറിച്ചടിക്കുന്നു, 60 ലക്ഷം മേടിക്കുന്നു, 50-50 ആക്കുന്നു. സാറിന് 30, എനിക്ക് 30. നീ എന്താ വിചാരിച്ചത്? എടാ, കാക്കിട്ടൊരു പോലീസുകാരൻ നിനക്ക് വിലക്കെടുക്കാന്നാ? നീ ഒരു വിഗ്രഹം ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് നീ 60 ലക്ഷം രൂപ വിറ്റിട്ട് 30 ലക്ഷം എനിക്ക്, 30 ലക്ഷം നിനക്ക്. അവന്റെ ഒരു 30 45 എനിക്ക് 15 നിനക്ക്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതെന്നാ പരിപാടിയാ? അതെന്നാ എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, കള്ളനെക്കാട്ടി മേളിലാണ് പോലീസ്. പിന്നെ ഈ അടുത്ത പരിപാടി എന്നാ? അടുത്ത പരിപാടി ഒന്നല്ലേ, ഇത് ആരും കാണാതെ എടുത്ത് ഇതിനകത്ത് പോയി. സാറേ ഒരു വിഷയം കേട്ടോ. എന്തോ? ഇതിനകത്ത് ദേ പൂവും ഇലയും കുങ്കുമവും ഇതിനകത്ത് ആണ്ടെ ഇതിലൊരു എഴുത്തുണ്ടല്ലോ. എന്തോ എഴുത്ത്? വായിര് കേട്ടെ. ആണ്ടെ ആണ്ടയോ? മുന്നറിയിപ്പ്. മഴ വരുവാടാ? ആണ്ടല്ല, ഈ വിഗ്രഹത്തെ കുറിച്ചുള്ളതാണ്. ഈ വിഗ്രഹത്തിൽ ഒരു ദുരാത്മാവിനെ ആവാഹിച്ചടക്കം ചെയ്തിട്ടുള്ളതാണ്. ഉടമസ്ഥനല്ലാതെ ആര് ഈ വിഗ്രഹം എടുക്കുന്നു ആ ആളുടെ ശരീരത്തിൽ വിഗ്രഹത്തിലെ ദുരാത്മാവ് കയറിക്കൂടുന്നതായിരിക്കും. ജാഗ്രത. ഈ ചുമ്മാരിയടാ, അങ്ങനൊന്നും ഇല്ല. പോ, എഴുതി വെച്ചേക്കുന്നത് ശരിയായിരിക്കും. ഇത് ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഉണ്ടുണ്ട്. അങ്ങനാണെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കും. സിംറ്റംസ് കാണിക്കുന്നുണ്ട് സാറിന്റെ മുഖത്ത്. സിംറ്റംസ് എന്റെ മുഖത്ത് ഒന്നുമില്ലല്ലോ. ഉണ്ടുണ്ട്. വരുന്നുണ്ട് സാറിന്റെ മുഖത്ത് സിംറ്റംസ് വരുന്നുണ്ട്. ഇല്ല. ഈ സിംറ്റംസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ മെനക്കെട്ട ഒരു ആത്മാവാണ്. ഞാൻ പറയുന്നത് വീതം വെച്ച 45 സാറിനും എനിക്ക് 15 ഉള്ളൂ. ദുർഭൂതം 45 കൂടെ നിൽക്കുള്ളൂ. അല്ല, എനിക്ക് 15 ഉള്ളൂ. ഇല്ല, അത് ശരി. അപ്പൊ ഒറ്റ വിളി വിളിച്ചാ വരാൻ അറിയാം നിനക്ക്. കൈ നീട്ടറാ. എന്തിന്? ഇതിന് 45 നിനക്ക് 15 എനിക്ക് തന്നില്ലേനും കുഴപ്പമില്ല. കള്ളനേക്കാൾ മുകളില പോലീസ്. അല്ല, കള്ളനാടാ വലുത്. ഭയങ്കര ബുദ്ധിയോ, ഞങ്ങളെ കിട്ടി ചിറ്റിക്കുന്ന ആൾക്കാരല്ലേ. അയ്യോ എന്ത് എടാ, എടുത്ത് അകത്ത് വയ്യടാ. ഇത് ഇതിനകത്ത് ഇരിക്കട്ടെ. അകത്ത് വയ്യ. ബസ്സിന് പോണം 10 മണിയുടെ ബസ്സിന് പോണം. എന്തെടുക്കോ നീ? ഞാൻ കൂടെ തള്ളിക്കറി അങ്ങോട്ട് പോകണം. അല്ല, ഞാൻ ബാഗ് എടുക്കാൻ വന്ന. രണ്ടുപേരും ആ ബാഗ് തൊട്ട് എന്റെ ഉയരഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. ഇനി നീയും കൂടെ ചെന്നതോട്. സാറ് അത് എന്റെ ബാഗായിരുന്നു. എടാ, നിന്റെ ബാഗല്ല, അത് അവന്റെ ബാഗ്. അവന്റെ ബാഗ്. എന്റെ ബാഗ്. അവന്റെ ബാഗ്. അവന്റെ ബാഗ്. എന്റെ ബാഗ്. അവന്റെ ബാഗ്. ആരെങ്കിലും ഒന്ന് പറയണ ആരുടെ ബാഗാണ്? എന്റെ ബാഗായിരുന്നത് സാറ്. ഞാൻ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാണ്. അത് ശരി. അപ്പൊ നീയാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചല്ലേ? ആരെങ്കിലും ഇതുപോലെ വിഗ്രഹങ്ങൾ വഴി കൊണ്ടിട്ടിട്ട് പോടാ. എന്റെ പൊന്നു സാറേ, സാറപ്പ അത് തുറന്ന് അതിനകത്ത് കത്ത് വായിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും തുറക്കേണ്ടി വന്നു. എന്താ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറവിയുള്ളായിരുന്നു. ഇത് ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അത് ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും കാര്യം പറഞ്ഞൊരു ലെറ്റർ എഴുതിയത്. അത് ശരി. അപ്പൊ നീ ഇത് ഏത് അമ്പലത്തിൽ നിന്ന് എടുത്തു, എവിടെ കൊണ്ട് വിൽക്കാൻ പോകുന്നത് അത് പറഞ്ഞാൽ? ഞാനിത് അമ്പലത്തിൽ നിർത്തല്ല, അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കാൻ പോവുകയാണ്. എവിടെ? എനിക്കൊരു പ്രശ്നമുണ്ടല്ലോ. അതെല്ലാവർക്കും ഉണ്ടല്ലോ. മറ്റേ ഇത് ഏത്? അല്ല, അതും മറന്നോ? മറവി. ആ മറവി മാറാനായിട്ടുള്ള ഒരു വഴിപാടാണ്. ഇത് സമർപ്പിക്കാൻ പോവാ. അത് ശരി. എടുത്തോട്ടെ സാർ. എടുത്ത് പെട്ടെന്ന് എടുത്തോണ്ട് പോ. ചെല്ലു പോ. ബസ്സിന് പോണം. 10 മണിയുടെ ബസ്സൊക്കെ പോയി. ഇപ്പ ആണോ? പോട്ടെ, കുഴപ്പമില്ല. വേറൊരു വഴിയുണ്ട്. ഓട്ടോ വിളിച്ചു പോകും. ബസ്സിന് പോണം. 11 മണിയുടെ ബസ്സിന് പോണം. 11 മണിയുടെ ബസ്സിന്. 11 മണിയുടെ ബസ്സിനും പോകും. അവൻ 11 മണിയുടെ ബസ്സിനോ 12 മണിയുടെ ബസ്സിനോ പോട്ടെ. മക്കൾ വന്ന് ജീപ്പിൽ കയറും. എന്തിന്? കേസില്ലല്ലോ. ഉടമസ്ഥൻ ഭാഗമായിട്ട് പോയി. പിന്നെ എന്താ പ്രശ്നം? എടാ, ഈ കേസിനല്ലേ നിന്നെ പിടിക്കാൻ വന്നത്? ഈ മണിയുടെ പാലത്തിന് താഴ്ന്ന ഒരു പെണ്ണിന്റെ മാലയും പൊട്ടിച്ചോണ്ട് പോയായിരുന്നാ? അതാണ് നിന്റെ പേരുള്ള കേസ്. ഈ കള്ളത്തിലൊക്കെ സാറിനോട് ഇത് ആര് പറഞ്ഞു? എടാ, ആരും പറയേണ്ട കാര്യമില്ല. CC ക്യാമറയിൽ നിന്റെ രൂപം വ്യക്തമാണ്. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നല്ല, ആ സുരേഷിനെയാണ്. എടാ, അതിനെന്തിനാണ് നീ മാല പൊട്ടിച്ചാൽ സുരേഷിനെ പോയി ഞാൻ അറസ്റ്റ് ചെയ്യുന്നത്? ആ നാറിയ സാറാ പറഞ്ഞ് അവിടെ CCTV ക്യാമറ ഇല്ലെന്ന്. നല്ല സ്കിറ്റായിരുന്നു അല്ലേ? അപ്പൊ നല്ല കഴിയട്ടെ. അംബികാമ്മ നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. എനിക്ക് പോലീസ് ഓഫീസറിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ എവിടെയൊക്കെയോ കൊച്ചിൻ ഹനീഫൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അല്ലേ? മറ്റേ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ? അപ്പോൾ എനിക്കത്
ഫീൽ ചെയ്തു അത്. എനിക്ക് പെട്ടെന്ന് ഇക്കയൊക്കെ ഓർമ്മ വന്നു. നന്നായിരുന്നു കേട്ടോ നിങ്ങളുടെ അവൻ്റെ എന്നുള്ള അതൊക്കെ നന്നായിരുന്നു. കൗണ്ടേഴ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ. ഞാൻ വളരെ 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 എൻജോയ് ചെയ്തു. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അമ്മയമ്മ. ചേട്ടാ നല്ല സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. നല്ല പ്ലേ ഉള്ള ഒരു സ്കിറ്റാണ് അത്. നമ്മളൊരു പ്രോപ്പർട്ടി വെച്ച് ഇത്രയും കൗണ്ടറുകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു തെളിവ് കൊടുക്കുക. ഒരു ബാഗ് വെച്ചിട്ടൊരു കളി എന്ന് പറഞ്ഞാൽ അല്ലേ, അത് അജീഷ് വന്ന് വെച്ചിട്ട് പോയി. പിന്നെ വന്നിട്ട് ഈ പറയുന്ന ചിത്തനും ബാസിയും കൂടെ ഒരു പ്ലേ എന്ന് പറയുന്നത് നല്ല കൗണ്ടർ ഇട്ട് മാലപ്പടക്കം പോലുള്ള കൗണ്ടറുകളായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരുപാട് ചിരിക്കാനുള്ള നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു. നല്ല പ്ലേ ആയിരുന്നു. പിന്നെ ഈ ചിത്തനിലേക്ക് ബാധ കൂടുന്നൊരു സാധനം, അതിന് എത്ര കൈഡിയാന്ന് പറയുക. കാര്യം അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. പിന്നെ എനിക്ക് ക്ലൈമാക്സ് ഇച്ചിരി സ്ട്രോങ് ആക്കാമായിരുന്നു തോന്നുന്നു. ക്ലൈമാക്സ് ഈ നിങ്ങൾ കളിച്ച് വന്നിട്ട് അവസാനം ഒരു ചെറിയൊരു പ്രശ്നം പോലെ എനിക്ക് തോന്നി അല്ലേ. ബാക്കിയെല്ലാം സെറ്റായിരുന്നു കേട്ടോ. അടിപൊളിയാകട്ടെ. സൂപ്പറാണ്. താങ്ക് യു ചേട്ടാ. നസീർക്ക നല്ല കോണ്ടന്റ് ആയിരുന്നു. നല്ല രസമുള്ള സംഭവമായിരുന്നു. ഈ അജീഷിന് ആ മറവി എൻഡിൽ വന്നപ്പോൾ റിയൽ ആയിട്ടും വന്നു അല്ലേ. 10 എന്നുള്ളത് 11 പറയാനായിട്ട് ഒരു ചെറിയ മറവി ഉണ്ടായി റിയലായിട്ട്. സാരമില്ലെങ്കിലും രസമുള്ളൊരു സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ എൻഡിൻ്റെ പോർഷൻ കുറച്ചുകൂടെ പഞ്ചാക്കായിരുന്നു. അതേപോലെ കളിച്ച് വന്ന ചെൻഡ് വന്നപ്പോൾ ഒന്ന് താഴോട്ടിരുന്നു. ഉള്ളത് മനോഹരമായിട്ടും വൃത്തിയായിട്ടും ചെയ്തു. അടിപൊളിയായിരുന്നു. ഗംഭീരം. താങ്ക് യു നസീർക്ക. അപ്പൊ നമുക്ക് മാർക്കും പൈസയും വാങ്ങിക്കാം. ആ ബാഗിൽ കൊണ്ടുപോകാനുള്ളത് എന്തായാലും കിട്ടുമെന്ന് നോക്കാം. ചേട്ടാ ഞാൻ ആദ്യം ഒരു 10 ഇട്ടു. 10,000 ബാഗിലേക്ക് 10,000 രൂപ. നസീർക്ക ഒരു 9,000 രൂപ 19,000 രൂപ ഇട്ടിട്ടുണ്ട്. അമ്മ ടോട്ടൽ എമൗണ്ട് ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ തരാം. അമ്മയുടെ ഷെയർ ഇവിടെ വരും. 40,000 രൂപ. നല്ല മാർക്കാണ്. ഇനിയിപ്പോ അടിക്കാനായിട്ട് ഷെയർ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആരെയും വിളിക്കണ്ട. ഒരു സാധനം പണിക്കും പോകണ്ട. എല്ലാ ദിവസവും ഗീച്ചാം. പക്ഷേ ജീവ, ബാസിയുടെ ഐഡിയ ഉഗ്രൻ ഐഡിയ ആണ് കേട്ടോ. അതെ, നമ്മൾ ഒരാളോട് 5,000 രൂപ ചോദിച്ചാൽ വിഷമമാകും അവർക്ക് തരാനൊക്കെ. നല്ല ഐഡിയ ആണല്ലേ. ചേച്ചി പെട്ടെന്ന് പറഞ്ഞു ഉഗ്രൻ ഐഡിയ, ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണമല്ലോ. 1000 രൂപ വെച്ച് ചോദിക്കുകയും ചെയ്യാം, തിരിച്ചും കൊടുക്കണ്ട. 1000 രൂപയൊക്കെ ചോദിക്കും. നീ എന്നാണ് ഇല്ല 1000 രൂപയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. അതെ അത് കൊള്ളാം. അത് ഇവിടുന്ന് പലരും പറഞ്ഞു നല്ലൊരു ഐഡിയ ആണ്. നിങ്ങളെയൊക്കെ ഞാൻ എന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടാം. എന്നിട്ട് ഞാൻ വൈകിട്ട് ഒരു മെസ്സേജ് അയക്കാം. ഓക്കെ, തൽക്കാലം നിങ്ങളില്ല, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതായില്ലേ. അപ്പൊ ആൽക്കഹോളിക് വെതർ ഓക്കെ. മോനെ ഹായ് ഹായ്. ഹായ്. മഞ്ഞ ഉടിപ്പിട്ട മോൻ ആ സുഖമാണോ? സുഖം. അഖിൽ മോനെ കണ്ടായിരുന്നു. അഖിൽ മോനില്ലേ ഈ പരിപാടി തുടങ്ങുമ്പോഴത്തേക്കിന് ആദ്യം വരത്തില്ലേ മറ്റേ തുള്ളിച്ചാടിക്കൊണ്ട്? അഖിലോ? അപ്പളേയും വരണ പോലെ ഇങ്ങനെ വരത്തില്ലേ മോനെ അഖിലേ? അയ്യോ ഇവിടെ അങ്ങനെ ഒരു അഖിൽ എന്ന് പറഞ്ഞ ആളില്ല. അയ്യോ, ഞാനടുത്ത് വളർത്തിയ കൊച്ചനല്ലേ അവൻ. ഇവിടെ അങ്ങനെ ആളില്ല. അഖിൽ എന്ന് പറഞ്ഞ ആളില്ല. വേറെ ഏതെങ്കിലും പ്രോഗ്രാമിലായിരിക്കും നമ്മൾ തമ്മിൽ ഒരു പരിചയമുണ്ട്. നമ്മൾ തമ്മിൽ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. നിങ്ങൾ സീനിയർ ആയിരുന്നു, ഞാൻ ജൂനിയർ ആയിരുന്നു പഠിച്ചാണ്. ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഏ? ഓർക്കുന്നുണ്ട്. അയ്യോ പിന്നെ നടുക്കിരിക്കുന്ന ചേച്ചി, അയ്യോ ഭയങ്കര ഇഷ്ടമാ. അന്ന് നമ്പർ കൊടുത്തിട്ട് പോയതാ അല്ലേ? അതെ 2255. അതെ. അപ്പൊ ഈ അഖിലിനെ അറിയത്തില്ല മോനെ? ഇല്ല, ഒരു പേര് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഈ അറിയില്ല. വേദിയിൽ അങ്ങനെ ഒരാളില്ല. ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. ഞാനാണ് അവനെ എടുത്ത് വളർത്തിയത്. അഖിലേ, അഖില് വന്നല്ലോ. അഖിലോ? അവനില്ലേ? ഇത് ജീവയല്ലേ? ഞങ്ങളുടെ ജീവയത് അല്ല, എല്ലാവർക്കും ജീവനാണെന്നാണ് പറയണത്. ഇത് എന്റെ അഖിലാണ് പഴയ. അതൊക്കെ വിട്ടപ്പോൾ അപ്പൊ ഇവരെന്താ ഇവിടെ? ഞാൻ മോനെ കാണാൻ വന്ന. ജീവയുടെ അപ്പനാണോ? അയ്യോ, ഞാൻ എടുത്ത് വളർത്തിയ കൊച്ചനാണ്. എന്റെ കുഞ്ഞല്ലേ, എന്റെ കൈ കിടന്നല്ലേ വളർന്നത്. അതെ. അയ്യോ, ഇതെന്നതാടാ നാണോ മാനോ ഇല്ലാത്ത ഒരു ഉടുപ്പിട്ടേക്കുന്നത്. ഇപ്പോഴത്തെ സ്റ്റൈൽ അപ്പൊ സ്റ്റൈലിസ്റ്റ്. എടാ അകത്ത് ഇതൊക്കെ കാണത്തില്ലടാ. വേണമെങ്കിൽ ഞാൻ ഇത് ഊരിത്തരാം. വേണ്ട വേണ്ട. ഇവിടെ എല്ലാ ആളുണ്ട്. എല്ലാം ഞാൻ ചെയ്തോളാം. പണ്ടും ഇങ്ങനെ തുണി കൊടുക്കുകയല്ല. എന്നാ ചെറുക്കൻ മെനകെട്ട ഇറക്കനാണ്. നീ അങ്ങനെ വരരുത് കേട്ടോ. ഞാനേ അപ്പൂപ്പൻ ഇങ്ങോട്ട് മാറിയത്. ഞാൻ അപ്പൂപ്പനെ പറ്റി ഇവർക്ക് എന്തായാലും അപ്പൂപ്പൻ വന്ന സ്ഥിതിക്ക് പിന്നെ അപ്പൂപ്പനെ പറ്റി ഞാൻ ഇവരുടെ 2 വാക്ക് പറയാം. അത് പറ. അപ്പൊ പിന്നെ ഇവിടെ ഇരിക്കും. ഞാനൊന്ന് അപ്പൂപ്പനെ ഇരുത്തിയിട്ട് വരാം. ഞാൻ പറഞ്ഞുതരാം അപ്പൂപ്പനെ പറ്റി. കണ്ടോ? ഇതാ നേരെ നടന്ന അപ്പൂപ്പ. നേരെ നോക്കി ഇറങ്ങണം. നോക്കിയേ അപ്പൂപ്പ. അടാ റൈറ്റ് കേട്ടോ. ഈ അപ്പൂപ്പനെ പറ്റി പറയാനാണ് ഒരുപാടുണ്ട്. കേൾക്കണമെന്നുണ്ടോ? പിന്നെ എന്നാ പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. കുറച്ച് ശരി മതി, ഉള്ളതാട്ടെ. നശിച്ച എലി ഈ വീട് വരെ നശിപ്പിച്ച് എല്ലാ എണ്ണത്തിനും ഇന്ന് ഞാൻ കൊല്ലും. അമ്മ എന്ത് വർത്താനേ പറയുന്നേ? അലമാരി ഇന്ന് 2 സാരി ആ എലി കടിച്ചു കീറിയേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഒരു പഴത്തിനകത്ത് ഗുളിയെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എലിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും.
അമ്മായിപ്പനോ? അയ്യോ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇങ്ങോട്ട് നോക്കിയിരിക്കോ അടുത്ത വഴക്കുണ്ടാക്കാൻ. ആ ആര്? ആങ്ങളെയോ? അവന് വെക്കേഷനല്ലേ, അവൻ അവിടെ നിന്നാ പോരെ, അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ എത്തിയോ? അയ്യോ വരാനുള്ള നീ വഴി തങ്ങത്തില്ലല്ലോ. ആരാടി വഴിയിലെങ്ങാണ്ട് നിൽക്കുന്നെന്ന് പറഞ്ഞേ? കാലൻ. ആണോ? എന്നാ ചിലപ്പോ വഴി തെറ്റി നിൽക്കുമായിരിക്കും. നീ ചെന്നിട്ട് നിന്റെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്ക്. പ്രായമായി പോയി. സമ്മതിച്ചല്ല, പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ ചേച്ചിന്ന് വിളിക്കേണ്ടതാ. എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കരുത്, പറഞ്ഞോട്ടല്ലോ. എന്റെ ദൈവമേ, എന്റെ കൊച്ചൻ കഷ്ടപ്പെട്ട കാശിന് കേക്ക് മേടിച്ചു വായി കൊണ്ട് വച്ചേക്കണേ. അങ്ങനെ വലിഞ്ഞു കയറി വന്നോളന്നല്ല, ഞാൻ 10 പവനും 2 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ആ ഉണ്ടാക്കിയ ഒരു വരവായിരുന്നല്ലോ. അല്ല, ആ കാശ് ഉണ്ടാക്കിക്കൊണ്ടുള്ള ആ വരവേ. എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ BMW കാറിനകത്താ വന്നത്. അതെന്റെ മോനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇത് നിസാരം ഒരു സൈക്കിളെ കൊണ്ടുവരാവുന്ന കേസേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഈ പെരക്കകത്തിരുന്ന മമ്മട്ടി എന്തേ? മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ പോയി. ആ മമ്മട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞു? പിന്നെ കിളയ്ക്കുന്ന മമ്മൂട്ടി എന്തേന്ന്? അതല്ലേ ഞാൻ പറഞ്ഞത്. രാവിലെ ശശിയുടെ മോൻ ഇവിടെ വന്ന് അവൻ വന്നിട്ട് കുറച്ച് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഒരു മമ്മൂട്ടി വേണം അഭിനയിക്കാനാന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു വിട്ടു. എന്റെ ദൈവമേ, എന്റെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് ചെലവുണ്ടാക്കി കാശിന് ഓരോ സാധനം മേടിച്ചു വിടും. അതിങ്ങാട്ട് നാട്ടുകാർക്ക് കൊടുക്കാനാണല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, നീ കറിയാതെ പഴയ തോർത്ത് സങ്കടപ്പെടരുത്. പിന്നെ എന്നാ ചെയ്യണം? പുതിയൊരു തോർത്ത് മേടിക്കണം. അപ്പൊ കാര്യം തീർന്നില്ല. എന്തോ അച്ഛന്റെ പറഞ്ഞേക്കാം. മിനിയേ, മിനി എന്തുവാ? ഇനി വന്നേടി ആരടി ഓട്ടോ വിളിച്ചത്? അത് ഞാനിവിടെ പണിയല്ലേ, ആരെ ഓട്ടോ വിളിക്കാനാ? ആ എന്നാ ഒരു ഓട്ടോ ഇങ്ങോട്ട് കേറി വരുന്നുണ്ട് കേട്ടോ. ഏത് ഓട്ടോ വരുന്നാ? ഞാൻ എങ്ങനെ ഓട്ടോ വിളിക്കുന്നേ? നോക്ക്. അച്ഛാ, അത് ഓട്ടോ ആണോ? എന്റെ അനിയനല്ലേ? ആണോ? നീ ഇങ്ങോട്ട് വന്നേ. എന്തുവാ? ഒന്നാമത്തെ ഈ മനകെട്ട ചെറുക്കനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നിൽക്കാൻ വന്നപ്പോഴേ യവൻ എന്നോട് വന്നിട്ട് ചോദിക്കാം, അപ്പൂപ്പാ നിങ്ങളുടെ വാഴയെന്ന് ഞാൻ ഒരു ഇല വെട്ടിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ കൊലയുള്ള വാഴയെന്ന് ഇല വെട്ടാൻ നോക്കുകയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവ എന്നോട് ചോദിക്കുക, അപ്പൊ നിങ്ങൾ ഇലയുള്ള വാഴയെന്ന് കൊല വെട്ടുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല. ചേച്ചി, അയ്യോടാ മോനെ, നീ ആകപ്പാടങ്ങ് ക്ഷീണിച്ചല്ലോ. നിനക്ക് വീട്ടിൽ നിന്ന് ഒന്നും തരുന്നില്ലയോ? ഒന്നും തരുന്നില്ല ചേച്ചി, ഞാൻ തന്നെ എടുത്ത് തിന്നുവാ. അങ്ങനെ ഉണ്ട്. അപ്പൊ നീ കൈ വീശിയാന്നോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇടയ്ക്ക് ഞാൻ പോക്കറ്റ് കൈയിട്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അമ്മ കൊടുത്തോട്ട് 2 ചക്ക എന്തേ? ചക്കയോ? അത് ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വേവിച്ചാനും ഒന്ന് പാപ്പിച്ചാനും കൊടുത്തിട്ടുണ്ട്. എടാ, വേവിക്കും പാപ്പിക്കും കൊടുക്കാനാന്നോ പറഞ്ഞത്? പിന്നെ ഒന്ന് വേവിക്കാനും ഒന്ന് പഴിപ്പിക്കാനും അല്ലയോ? തെളിച്ചു പറയണ്ടേ? അതൊക്കെ പോട്ടെ, അവിടെ എന്നെ കണ്ടാ വിശേഷം ഇപ്പം? വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്കേലെ സതിച്ചേച്ചി ഇല്ലയോ, ചേച്ചി പ്രസവിച്ച്. അയ്യോ അയ്യോ, അതിന് ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതാ ഇപ്പൊ അവിടുത്തെ വിശേഷം. വലിയ വായിലാന്നോടാ ചെറിയ വർത്താനം പറയുന്നത്? ഇതാണോ കൊച്ചുവാ? ഇതൊരുമാതിരി കോട്ടവാ പോലെ. അച്ഛാ, ചേച്ചി പിന്നെ ചേച്ചിയുടെ പഴയ ലൈൻ അവിടെ വന്നിട്ടുണ്ട്. അയ്യോ പെയ്യെ പറ. ഓ എന്നതാ അവൻ പറഞ്ഞേ? അച്ഛാ, അതെ എന്റെ വീടിന്റെ അടുത്ത് പഴയ ഒരു ലൈൻ കമ്പി പൊട്ടിയ കാര്യം പറയാ. ആണോ? ഈ പൊട്ടിയതായാലും പഴയത് തമ്മിൽ കൂട്ടുമുട്ടിയാലേ ട്രാൻസ്ഫോമർ അടിച്ചു പോകും. നീ വാ, കേട്ടോ. എവിടെ പോവും? ചോറുണ്ണാൻ വിളിച്ചു ചേച്ചി. വിളിച്ച് അങ്ങ് കയറി പോവാ. എന്താ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ, ചിലപ്പം വിഷം കലക്കി തന്നാലോ. കേട്ടോ, തീറ്റി എന്ന് പറയുമ്പോ അങ്ങ് ചാടി അങ്ങ് പോയേക്കുവാ. മിനിയേ, മിനി വരുന്നച്ചാ, ഞാൻ ഫുഡ് എടുക്കണ്ടേ? കൊണ്ടുവാ. താണ്ടേ കഴിക്കുന്നൊക്കെ കൊള്ളാം. താഴെ ഇച്ചിരി വീണ് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ തൂത്തോണം, പറഞ്ഞോട്ടല്ലോ. അതൊക്കെ കഴിക്കടാ, ആരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ല. അല്ല, പുട്ടും കടലേ വാ. കടലയാ? ഈ രാത്രി ഇതൊക്കെ കഴിക്കുന്ന ശീലമില്ലല്ലേ? അതെന്താ അപ്പൂപ്പ? ഇത് ഉപ്പുമാവാ. ഇതോ? അത് കക്ക ഫ്രൈ. എനിക്ക് കിട്ടില്ല, എനിക്ക് കൊടുത്താ. അത് കഴിക്കാൻ കൊള്ളത്തില്ല. എന്താ? എടാ, ഈ കടലയും കക്കയും ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വ്യക്തിത്വം ഇല്ലാത്ത 2 സാധനങ്ങളാണ്. ഈ കടലിൽ കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? കക്ക. കരയിൽ കിടക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? കടല. ശരിക്കും കടല കടലിൽ കിടക്കണം, അല്ലെങ്കിൽ കക്ക കരയിൽ കിടക്കണം. അതാ പറഞ്ഞ വ്യക്തിത്വം ഇല്ലാത്ത സാധനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാധനം കഴിക്കാൻ കൊള്ളാവോ? കൊള്ളത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ മാമൻ കഴിച്ചോളാം. എനിക്ക് തിന്നാനില്ല, കടലില്ല. എന്നാ പറയാവൂ? എന്നാ എനിക്ക് വേണ്ട, ഇത് തിന്നാൻ വേണ്ട. അയ്യോ വേണങ്ങാടാ, എനിക്ക് വേണ്ടത്. അയ്യോ ഞാൻ തിന്നുന്നത് എനിക്ക് വേണ്ട. എടാ മോനെ, നീ എത്രയിലാടാ പഠിക്കുന്നത്? 10-ല്. നിന്നെ കണ്ട 10-35 വയസ്സ് പറയല്ലോടാ. അയ്യോ, ഞാൻ 10-ലാ. നിനക്ക് ഈ പഠിപ്പൊക്കെ നിർത്തി വല്ല കൂലി പഠിക്കും പോയി മാസാമാസം എനിക്ക് ഒരു 500 രൂപ ഇങ്ങോട്ട് കൊണ്ട് തന്നാലെന്നാടാ? ഞാനോ? ഇത് ഞാൻ പോകണോടാ. അപ്പൊ ഭയങ്കര ശുണ്ടിയാണല്ലോ. അത് പണ്ടായിരുന്നു ഭയങ്കരം, ഇപ്പൊ വന്ന് അങ്ങ് ചൊങ്ങി. ശരിക്കും എനിക്ക് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാ. ആണോ? അപ്പൂപ്പ, എനിക്ക് കിടക്കണം. കിടക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ ഇവിടെ വന്നേ?
അവധിക്ക് നിൽക്കാൻ? നിക്കാൻ വന്നാണെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ കിടക്കാൻ പറഞ്ഞതാണെന്ന് പറയണമായിരുന്നു. എന്നാ ഞാൻ കിടക്കാം. കിടക്കല്. നീ കിടന്നാ എന്റെ കിടക്കാടം എനിക്ക് നഷ്ടമാവും. ഞാൻ ഇവിടെ കിടന്നോളാം. വേണ്ട വേണ്ട വേണ്ട, ഒന്നാമത് ഇവിടെ ഒരാൾക്ക് കിടക്കാൻ പറ്റത്തില്ല, അവിടെ നീ കിടക്കണ്ട. ഞാൻ ഇവിടെ കിടക്കാമെന്ന്. ഒന്നാ ഇവിടെ കിടക്കണ്ട, അവിടെ കിടന്നാ മതി. എന്നാ ഞാൻ മാസ്ക് ആവും. ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്യപുരുഷന്റെ കൂടെ കിടക്കുന്നത്. അല്ല, അത് നീ മനസ്സിലാക്കിയൊക്കൊള്ളാം. കിടന്നോ കിടന്നോ. അടവെല്ലാം വെക്കണോടാ. അതിലുള്ളതാണോ എനിക്കൊടുത്താ? എടാ, നിന്നെ നടയുടെ കാര്യമാണോ പറഞ്ഞേ? നീ ഇങ്ങോട്ട് മറിയാതിരിക്കാൻ ഒരു അട വെക്കണോ എന്നാ ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട. വേണ്ടല്ലോ, വേണ്ട. അപ്പൊ കിടന്നു. ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ദൈവമേ, എൻ്റെ മരുമോടാങ്ങള ദേണ്ടേ വന്നു കിടക്കുന്നേ, വന്നതും വന്നു തിന്നതും പോരാ, ഇടയ്ക്കിടെ കൂർക്കം വലിക്കുന്നേ. മറിയാതെ ഇവൻ കിടന്നുറങ്ങണം, മറിഞ്ഞാലോ ഞാൻ മരിക്കൂലേ. ദൈവമേ, എൻ്റെ മരുമോടാങ്ങള ദേണ്ടേ വന്നു കിടക്കുന്നേ. ശുഭം. ഭഗവാനെ, നേരെ വെളുക്കുന്നവരെങ്കിലും കാത്ത് രക്ഷിക്കണേ. അയ്യോ. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു രാജാ റാം മോഹൻ റോയ്. അതിപ്പോ ഞാൻ വേണം. അയ്യോ, പാവം ഉറക്കമായിരുന്നു. ഇത് എന്നാ ചെയ്യാനാന്ന് പറ. ഹിരോഷിമയിലെ നാഗസാക്കിനും ബോംബിട്ടതാര്? നിന്റെ ഉപ്പൂപ്പൻ. കള്ള പാരാത്രിക്കാണോ മോട്ടിക്കാൻ വരുന്നത്? പകലൊക്കെ നിനക്ക് എന്നാടാ പണി? പകല് കറങ്ങി കിടന്നിട്ട് പാരാത്രിക്ക് വന്ന് മോട്ടിക്കാൻ വരുന്നത്? അതൊക്കെ കൊത്തനിപ്പോ പറഞ്ഞില്ല, ഞാൻ അറിയത്തില്ലല്ലോ. പോയി പോയി, അവൻ പോയി. ആര്? കള്ളൻ. മോൻ പറഞ്ഞില്ലേ, പിടിക്കാൻ പറഞ്ഞില്ലേ? അയ്യോ, അത് ഞാൻ സ്വപ്നം കണ്ടത് അപ്പൂപ്പ. എന്തോ സ്വപ്നം? ഞാൻ അപ്പൂപ്പനെയാ സ്വപ്നം കണ്ടത്. എന്നെയോ? ആഹാ, എന്തോ മോനെ കണ്ടേ? അപ്പൂപ്പനെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് മുഖത്ത് പൗഡർ ഒക്കെ ഇട്ട് മൂക്കി പഞ്ഞിയും വെച്ചോണ്ട് കിടക്കുന്നു. മഹാഭാവി, നിന്റെ നാക്ക് കരിനാക്കാണോടാ? നാക്ക് നീട്ടടാ. എനിക്ക് നാണോ? അതന്നെ, നാക്ക് തുണിയില്ലാതെ നിൽക്കുകയാണ്. അപ്പൂപ്പനെ നീ ഒറ്റ ഒറ്റ ഉറക്കം കളഞ്ഞ അറിയോ? അപ്പൂപ്പനെ എന്റെ സ്വപ്നത്തിനകത്ത് വന്ന് കയറിയത്. നീ എന്താണ് എന്റെ കട്ടിലേ വന്ന് കയറിയ? അപ്പൂപ്പനെ സ്വപ്നത്തിനകത്ത് വന്ന് കയറി എന്റെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നു. എന്തോ? ഞാൻ കിടന്ന് ഉറങ്ങുമല്ലോ. അടിക്കും ഞാൻ. എന്നാ കൊതുകാ മോനെ, കുഞ്ഞിന് കിടക്കാൻ പറ്റുന്നില്ല. കിടക്കാൻ പറ്റുന്നില്ലല്ലേ മോനെ? ഏടാ, അവൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവന്റെ നേർക്ക് വഴക്കന് പിടിക്കണം കേട്ടോ. അല്ലടി, അവന് കിടക്കാൻ പറ്റുന്നില്ല. കൊതുക് കിടക്കാൻ പറ്റുന്നില്ലെന്ന് പോലും കിടക്കാം. അവളങ്ങനെ പറയും മോനെ വിട്ടില്ല. അയ്യോ, ഇരിക്കട അവിടെ. ഇവിടെ പച്ച പഴം എന്തായിരുന്നു? എന്ത് പറ്റി? എന്ത് പറ്റി? വാസു. അല്ല, ഗ്യാസ്. ഗ്യാസോ? കൊളുത്തി പിടിച്ചതാ. അത് തിന്നിട്ടല്ലേ ലൈനാ കയറിയതായിരിക്കും. എന്നാലും അത് എന്നതാടി? ഒന്നുമില്ലെന്ന്. ഇല്ലേ? അത് ആരെടുത്ത് കഴിച്ചു? ഇനി ഇവരെല്ലാം രണ്ടുപേരിൽ ആരെങ്കിലും ആണോ? ആര് വീണാലും താഴെ വീഴും. അപ്പൊ അതിനു മുമ്പ് ഒരു ആംബുലൻസ് വിളിച്ചിട്ടേക്കാം. ഫോണ് മേടിച്ചോണ്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. ഫോൺ മേടിച്ചോണ്ട് പോയുള്ളൂ. പ്രാന്താണോടാ? എനിക്ക് അങ്ങനെ അറിയാം. കുറെ നേരമായി അങ്ങോട്ട് ആംബുലൻസ് വരുന്നു. കണ്ടാ എന്താ ഇങ്ങോട്ട് വന്നാടി. എന്താ എന്താ ആണ്ടേ, നമ്മുടെ ഇവിടെ ആംബുലൻസ് വന്ന് കിടക്കുന്നു. അയ്യോ, ആംബുലൻസ് വന്നോ? അല്ല, ആംബുലൻസിൽ വന്നല്ലോ എന്ന് പറയുവാ. അല്ല, അതിനകത്ത് നമ്മുടെ ഇവിടെ വന്ന് കിടക്കുന്ന അതറിയാം. അച്ഛാ, ആർക്കെങ്കിലും വയ്യായിക വന്നാ കൊണ്ടുപോകാല്ലോ എളുപ്പം. വന്നാലല്ലേ? ആർക്കാ വയ്യ? അത് തന്നെ. ചെലപ്പോ വന്നാലോ. ഓ, എന്നെ ഉദ്ദേശിച്ചെങ്കിൽ ആംബുലൻസുകാരൻ ചമ്മി പോകത്തേ ഉള്ളൂ. അതെന്താ? ഞാൻ ചെറുപ്പക്കാരനല്ലേ. എന്നാലും വരുമല്ലോ. വരത്തില്ല. വരില്ല. ഒന്നുമില്ല അച്ഛാ, നമുക്ക് ആശുപത്രി വരെ പോയിട്ട് വരാം. എന്താടി ആശുപത്രി വരെ പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ പറഞ്ഞേ? ഞാൻ വരുന്നു. നീ പാടാ ആശുപത്രി വരെ പോയിട്ട്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വരുന്നത്. എനിക്കൊരു പേടി പോലെ. എന്താ നീ കാര്യം പറ. അച്ഛാ, അത് ഞാന് എലിയെ കൊല്ലാൻ വേണ്ടിയേ ഒരു പഴത്തിനകത്തെ ഗുളിയെ വെച്ചിരുന്നു. അതിപ്പോ കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ആരോ എടുത്ത് കഴിച്ചിട്ടുണ്ട്.
അതെ, ഞാൻ തോന്നില്ല അവിടെ കൊണ്ട് വെച്ചിരുന്നേ. അവിടെ വെച്ചിരുന്നാണോ? അത് ഞാൻ അടുത്ത് അകത്തോണ്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മേശപ്പുറത്ത്? ആ അയ്യോ, അപ്പൊ ഞാൻ ആ പഴം കടിച്ച് എന്നെ ആശുപത്രി കൊണ്ടുപോ. ഇതാ പറയുന്നത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന്. അച്ഛാ, നിന്റെ അച്ഛന്റെ ഉച്ചി. അപ്പൂപ്പനും കൊച്ചുമോനും ഒരു നല്ല കൈഡ് കൊടുക്കാം. പ്രജേട്ടാ തുടങ്ങാം. റജി, പ്രജിത്ത്, വിഷ്ണു പൊളിച്ചടിക്കിയ സ്കിറ്റായിരുന്നു. പൊളിച്ചടിക്കുന്നു. റജി അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ക്യാപ്റ്റനൊക്കെ കളിക്കുന്ന പോലെ കൗണ്ടർ അങ്ങ് ഇട്ടിട്ട് കൊടുത്ത് അത് ജോയിൻ ചെയ്ത് പ്രജിത്ത് ഓക്കെ. ആ ടേക്ക് ഓഫ് തുടങ്ങി. പിന്നെ വിഷ്ണു, നിങ്ങളുടെ പ്ലേ അസാധ്യ പ്ലേ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ആ കട്ടിൽ കിടന്നുള്ള പ്ലേ അല്ലേ, എൻ്റെ പൊന്നോ, ഏറ്റവും കൂടുതൽ കൈയ്യടി തരേണ്ട റജിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉഗ്രം കൈയ്യടി വേണം. അത് നമ്മൾ തെറ്റാതെ പെർഫോമൻസ് ചെയ്യാന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത്രയും ഡയലോഗ്സ്, ഇത്രയും കൗണ്ടറുകൾ ഓർത്ത് വെച്ച് അത് തെറ്റാതെ പറയുന്നു. അതിനിടയ്ക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് നീ അപ്പുറം കിടന്നാൽ മതി, ഞാൻ മാസ്ക് ആവും. ഇതേ ഒരു കോംബോയിൽ നിങ്ങൾ പോയുണ്ടല്ലോ, ഇതിനകത്ത് ഈ ഐറ്റം പറയൽ എനിക്ക് തോന്നുന്നു ടോപ്പ് ടീമായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഒരു കൗണ്ടർ പോലും മോശമില്ലായിരുന്നു, എല്ലാം നല്ല ഫ്രഷ് കൗണ്ടറായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ടീം വർക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഞാൻ വേറെയാണ് പ്രതീക്ഷിച്ചത്, അതായത് പഴയ പോലെ കുരു ആരെങ്കിലും മാറ്റിയിട്ട് കഴിച്ചു, പക്ഷേ അതും നല്ല ടെസ്റ്റ് ഉണ്ടായിരുന്നു. 3 പേരും 3 തലത്തിൽ നിങ്ങളുടേതായിട്ടുള്ള തലത്തിൽ കളിക്കുന്ന ആൾക്കാരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതാണ് ഓരോ ആർട്ടിസ്റ്റിനും വേണ്ടത്. അടിപൊളിയാകട്ടെ. ഇനി നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപാട് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക, ഇവിടെ ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും വന്ന് ഹിറ്റായി നിൽക്കുന്നൊരു വേദിയാണിത്. നിങ്ങളെ തന്നെ ഒന്ന് മിനുക്കിയെടുത്താൽ അവരുടെ ഒപ്പം എത്താൻ പറ്റുന്ന 3 മത്സരാർത്ഥികളാണ് നിങ്ങളെ. ഇപ്പം രണ്ടാമത്തെ വരവല്ലേ ഇത്? രണ്ടാമത്തെ വരവും 2 വ്യത്യസ്തമായ 2 സ്കിറ്റുകളാണ് കൊണ്ടുവന്നത്. കൗണ്ടറുകൾ 2ലും 2 വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പുതിയ പുതിയ സബ്ജക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് എങ്ങനെ എത്തിച്ചു കൊടുക്കണമെന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അത് റിഹേഴ്സലിൻ്റെ പോരാഴികയായിട്ടേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രിയമ്മ, കലക്കി കേട്ടോ, നന്നായിരുന്നു. 3 പേരുടെ ആ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും എന്തുമാത്രം ഇമ്പ്രൂവ്മെൻ്റ് അവരിൽ ഉണ്ടാകുന്നു. കാരണം ഇതിപ്പം 2 സ്റ്റെപ്പല്ലേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നു കുറേ സ്റ്റെപ്പുകൾ. എനിവേ ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയും വന്ന കാര്യത്തിലേക്ക് കിടക്കാം. ആരാ ആദ്യം? അംബികാമ്മ, എത്ര മാർക്ക്? ഒരു 13 മാർക്ക്. നല്ല മാർക്ക്. 13,000 രൂപ. ഓക്കെ, പ്രജോട്ടാ. നസീർക്കാണോ? നസീർക്ക, ഞാനാണ്. ഒന്നുകൂടെയൊക്കെ ഒന്ന് റിഹേഴ്സൽ എടുക്കാൻ വേണ്ടി ഞാൻ ശകലം കുറയ്ക്കുകയാണ്. ഞാനൊരു 12 മാർക്ക്. 25,000 രൂപ രണ്ടുപേരോടെ ചേർന്നിട്ട് ടോട്ടൽ എമൗണ്ട്. അവധിക്ക് നിൽക്കാവുന്ന ചെറുക്കൻ തിരിച്ചു പോകണം, സ്കൂളിൽ കുറെ കാര്യങ്ങളുണ്ട്, ഹോസ്പിറ്റലിലോട്ട് പോയി ആദ്യത്തെ കേസ് റെഡിയാക്കണം, ചെലവുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് കൊടുത്തേക്കണം. അപ്പോൾ എല്ലാ ചെലവും ചേർത്താൽ തരികയാണ്. ഓക്കെ, 50,000 രൂപ. അടിപൊളി, നല്ല എമൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 35. രണ്ടാമത്തെ സ്റ്റേജിൽ 50. അടുത്ത നമുക്ക് 75 അടിക്കാം കേട്ടോ. 75 അങ്ങനെ കിടക്കുക. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരണം. നിങ്ങൾ മരിച്ച് ഇന്ന് 41 എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങളെ ഓർമ്മിക്കാത്ത ഒരു ദിവസവും ഇല്ല. ഞാൻ നിങ്ങളെ എങ്ങനെ മറക്കും? നിങ്ങൾ മരിച്ച് 41 ദിവസമേ ആയുള്ളൂങ്കിലും 82 പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നാണ് പരാതിയും കൊണ്ട് നാട്ടുകാർ വരണത്. എനിക്കറിഞ്ഞൂടെ ഈ മനുഷ്യൻ എന്തെന്ന്. ഇങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഈ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണുങ്ങളും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഈ മരിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കൊടുത്തൂടെ? ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളെയും വീട്ടില് രാത്രിയാവുമ്പോ ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞ അവര് പരാതിയും കൊണ്ട് വന്നേക്കണിഞ്ഞ്. നിങ്ങൾക്ക് എന്തരന്റെ കുരുവെന്നേ, നിങ്ങൾക്ക് തികയണില്ലേ? നിങ്ങൾക്ക് ഇന്നത്തോടെ നിങ്ങളെ കുന്തളിപ്പ് ഞാൻ അവസാനിപ്പിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളെ വല്ല പാവയ്ക്കകത്തും കയറ്റി ആണിയടിച്ച് വല്ല കാശിയിലോ രാമേശ്വരത്തോ, ഇനി അതൊന്നിനും പറ്റിയില്ലെങ്കിൽ വല്ല തോട്ടിലെങ്കിലും ഞാൻ കൊണ്ടുവന്ന് ഒഴുക്കും. ഞാൻ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? 11:30 മണിയായി.
പെണ്ണുങ്ങൾ കുളിക്കാൻ കുളക്കാവിൽ പോണ സമയമായി. അപ്പൊ അങ്ങ് പൊയ്ക്കാണുമല്ല ആ പെണ്ണുങ്ങളെ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ. എന്താടാ ഉമേഷേ? എനിക്ക് ടൂർ പോകാൻ പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ 2 പാളയത്തോളം പഴം എടുത്ത് വിഴുങ്ങും, പെട്ടെന്ന് പോകും. അതല്ലെന്ന്, എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടി ഹണിമൂൺ പോകാൻ പറ്റുന്നില്ലാന്ന്. അയ്യോ അങ്ങനെ പറയരുത്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഹണിമൂണിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കടവും കാവലും വാങ്ങിച്ചെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം. ചേച്ചി 2 ദിവസമല്ലേ ഉള്ള എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഹണിമൂണിന്റെ ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ആ ഇറച്ചി കറി വന്നപ്പോഴേ എനിക്ക് തോന്നി 41 കഴിഞ്ഞ് ശാമ്പ്രാണത്തിരി അണഞ്ഞില്ല. അപ്പൊ അവൻ വന്നേക്കണ്. ചേച്ചി ഞാൻ പറയുന്നത് ഒന്നും മിണ്ടണ്ട. 16 കഴിഞ്ഞപ്പോ മുതൽ ഓരോരുത്തന്മാർ കുറുവാൻ തുടങ്ങിയതാണ്. എന്തെന്ന് പറയണ ആ മരത്തിരിക്കുന്ന പ്രാവ് വരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി. ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ അതല്ലെന്ന്, ഞാനും എന്റെ ഭാര്യയും കൂടി ഹണിമൂണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവള് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഭാഗത്ത് കയറാന്ന് പറഞ്ഞ് കട്ടിലിൽ കൊണ്ട് എന്നെ അങ്ങ് ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ കണ്ണി അങ്ങ് നോക്കി. ഇതേ നോട്ടം. എന്നിട്ട് ചുറ്റും അവിടെ ഒരു നോട്ടം. ആരുമില്ല പറ. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് ചുണ്ടി പിടിച്ച ഒരു കടി. അതൊക്കെ നീ എന്റെ അടുത്ത് വന്ന് പറയണേ. കടിച്ചതാര്? നിങ്ങളുടെ കെട്ടിയ രഘു. എന്റെ പെണ്ണുമ്പുളുടെ നേരത്തെ നിങ്ങളുടെ രഘുവിന്റെ ബാധ കേറിയെന്ന്. എന്റെ ലിപ്ലോക്ക് രഘു. ഞാൻ എനിക്ക് ഈ അഴുക്ക കഥ കേക്കണ്ട. എങ്ങനെയാ രഘുവിന്റെ മാതെടുത്ത് പാമ്പറയച്ച്? എന്നാ അവളോട് വരാൻ പറയടാ. രാധേ കണ്ട സർഗത്തിലെ കുട്ടൻ തമ്പുരാനെ പോലെ നടക്കുന്നുണ്ട. കളിയാക്കല്ലത്, ക്യാരക്ടർ എൻട്രിയാണ്. ക്യാരക്ടറാ? കുട്ടൻ തമ്പുരാൻ എപ്പോഴും എവിടെയാണ് ഇരിക്കുന്നത്? കുളിക്കടവി. അങ്ങേര് 24 മണിക്കൂർ അവിടെ തന്നെ. സ്കാൻ ചെയ്യണ. ഓ ആരെങ്കിലും ഉണ്ടോ നോക്കണത്? ഈ മൂത്തോട്ട് നോക്കടാ. തുടിക്കുന്നുണ്ട്. ഇങ്ങർക്ക് പെണ്ണുങ്ങളെ കണ്ട അപ്പ തുടിക്കും. ആണോ? എന്താടി രാധേ പൊന്നെ? ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ പെണ്ണുപിള്ളയായിട്ട് എന്തുവാണ് അവിടെ കാര്യം? ഒരു കാര്യമില്ല, ചോദിച്ചു മേടിച്ച്. ചിന്നുമോളെ ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും നിലാക്കുളിൽ ഒന്നു ചേരും നേരമായി പനിനീരിൽ ഇത് വിളയല്ല. പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാടി. അണ്ണാ ഇങ്ങനെ ബീഡി വലിക്കല്ലേണ്ണ. വലിച്ചാ പിന്നെ നിർത്താൻ പറ്റൂലണ്ണ. ആര് പറഞ്ഞു നിർത്താൻ പറ്റൂലെന്ന്? ഞാൻ 2 മാസം നിർത്തി വെച്ചിരുന്നില്ലേ? എടി അലമാരിക്കകത്തിരുന്ന് ചത്തപ്പം നിന്റെ തന്തയാണ് എനിക്ക് ബീഡിയും തീപ്പെട്ടി വാങ്ങിച്ചു തന്നത്. അല്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ബീഡി എങ്ങനെ കിട്ടി? അവന്റെ പെണ്ണിന്റെ ബാഗിനകത്തുനിന്ന്. എടാ നിന്റെ പെണ്ണ് വലിക്കോടാ? കുടിക്കുമ്പോ മാത്രം. കുടുംബം. അതൊക്കെ എന്റെ ഭാര്യനെ കണ്ടു പഠിക്കാൻ പറ. അവള് തങ്കക്കുടം. അവളൊന്നും ചെയ്യൂല. ചേച്ചി ഇങ്ങ് വന്നാണ്. എനിക്ക് എങ്ങനെയാ ഹണിമൂണിന് പോണം? രഘുവിന്റെ അടുത്ത് ഇറങ്ങി പാമ്പറയച്ച്. നീ പോയി പറ. ചെബുക്കലുള്ള കടി വരും. ഹണിമൂണിന് പോണോ? അപ്പൊ ഒരടി വാങ്ങിച്ചോ. രാധേ രഘുവണ്ണ എങ്ങനെയും ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവണ്ണ. ദേ കിടന്ന് തുടിക്കണ്. ഇത് ഞാനിപ്പോ എന്തോ ചെയ്യുവോ? ഒരു കണക്കിന് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. രഘുണ്ണ ഒരു ഞരമ്പ് തന്നെ. രഘുണ്ണ ഞരമ്പല്ലേ ചേച്ചി? രഘുണ്ണ ഞരമ്പല്ലേ? രഘുണ്ണ അയ്യോ ദാ ഇവിടെ തുടിക്കണ്, അവിടെ തുടിപ്പില്ല. അപ്പൊ ഇത് രഘുവണ്ണൻ. ചേട്ടാ എനിക്ക് എന്ത് പറ്റിയേട്ടാ? എനിക്ക് കുറെ സംഭവം പറ്റി, ഞാൻ പറഞ്ഞു തരാം. ഒരു കണക്കിന് രഘുവണ്ണ അങ്ങോട്ട് മാറി. അപ്പൊ താങ്ക്സ് പറഞ്ഞിട്ട് പോകാം. രഘുവണ്ണ കുറെ നേരം നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്നറിയുമോ ഇവിടെ? എന്തുവാടാ എനിക്ക് പറ്റിയത്? എനിക്ക് എന്തോ പറ്റിയടാ. രഘുവണ്ണനല്ലേ ഇത്? വൃത്തിയേട്ടവളെ സ്വന്തം കെട്ടിയ നിൽക്കുമ്പോ കണ്ട പുരുഷനെ കയറി പിടിക്കുന്നു. രഘുവണ്ണ എന്റെ രഘുവണ്ണ, നിങ്ങൾ പാർട്ടിക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എവിടെങ്കിലും ഒരിടത്ത് നിൽക്കുന്നു. ഞാനിപ്പോ ഹണിമൂണിന് എന്തോ ചെയ്യും. ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എവിടെയും കൊണ്ട് ഹണിമൂണിന് പോകാൻ പോവുക കേട്ടോ. അലവലാതി അവളെയും കൊണ്ട് ഞാൻ പോവാടാ ഹണിമൂണിന്. ദൈവമേ കേൾക്കൂ, ഇവിടെയും വന്ന് കയറി. ഇത് ഒരു വാരക്ക് വല്ലാത്ത ഏർപ്പാടായി പോവല്ലേ. അയ്യോ അടുത്തടുത്തിളകി. എനിക്കറിഞ്ഞൂടാ. മാഞ്ഞുപോകും മഞ്ഞണി തിങ്കളിൽ സൂര്യപരാഗം കുതിരുമ്പോൾ. എനിക്ക് എന്ത് പറ്റിയടാ? ഇവിടെ പറ്റിയതൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അയ്യോ രഘു ഇവിടെ കേറി. ഇതൊരു ആത്മാവേ പോ. നമസ്കാരം, ഞാൻ ജോജു ജോർജ്. ജോജോ കറക്റ്റ് അതാണ് എന്റെ പേര്. എന്റെ പേര് തന്നെ ഞാൻ ഇടയ്ക്ക് മറന്നുപോകും. ഏതാ ബാധ?
രാധാബാധ. അയ്യോ, ഹിന്ദി സിനിമയുടെ പേര് പറഞ്ഞ് കളിക്കാനാണോ ഞാൻ വന്നത്? അല്ല, അതെന്റെ ഭാര്യ രാധ. അവളുടെ ദേഹത്താണ് ബാധ. ആണ്ട്രാ മുറ്റുബാധയാണല്ലോ ഇത്. കടടച്ച് കാണിക്കണം. അതെന്റെ പെണ്ണുമുള്ളയാണ്. അവളുടെ ദേഹത്ത് ഈ ചേച്ചിയുടെ ഭർത്താവ് രഘു കയറിയിട്ടുണ്ട്. അതിനെയാണ് ഒഴിപ്പിക്കേണ്ടത്. ഓക്കെ, പിടി. മല, മരം, കാട്, പുഴ, മണിയുടെ LP സ്കൂൾ. മണിയുടെ LP സ്കൂളോ? അയ്യോ, എന്റെ കൊച്ചു സ്കൂളിൽ കൊണ്ടുപോകുന്ന ചാർട്ട് പേപ്പർ ആണല്ലോ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് വന്നത്. അപ്പൊ ഓജോ ബോർഡ് അവിടെ? ഓജോ ബോർഡും കൊണ്ട് അവന് സ്കൂളിൽ പോയി കാണും. ഇനി അവിടെയുള്ള ആത്മാക്കളെയൊക്കെ മൊത്തം വിളിച്ച് അവൻ വീട്ടിട്ട് കൊണ്ടുവരില്ല. ദൈവമേ, ഇത് നടക്കൂല. പറഞ്ഞു വിടുക ചെയ്യണേ. അയ്യോ, അങ്ങനെ പറയരുത്. ടെക്നോളജി വളർന്ന വലുതായില്ലേ. എന്റെ സെറ്റപ്പ് ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് ലാപ്ടോപ്പ്. എന്നിട്ട് ടോപ്പ് എവിടെ? ടോപ്പാണ് ഈ കിടക്കണത്. ഞാൻ ആ മേസിന് വിചാരിച്ചു പറഞ്ഞതാണ് 1.5 ഇഞ്ചിന്റെ വിചാരി വെച്ച് മുറുക്കി തടാന്ന്. 3ാമത്തെ പ്രാവശ്യം അവൻ പറ്റിക്കണം. എന്തെങ്കിലും ചെയ്യേ. ഇതിന് വള്ളിയൊന്നുമില്ലല്ലോ. ഈ വള്ളി പോരെ. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി താ. ഹലോ, വീഡിയോ ഉണ്ടോ? എന്തിനാ? വലിക്കാനാ. വലിച്ചു. അവക്ക് എപ്പോഴും ഇങ്ങനെ ബീഡി വലിച്ചോണ്ടേ ഇരിക്കണം. ഒരു കഷ്ണം എടുത്തേ. ചുറ്റി കൊടുത്തേ അങ്ങോട്ട് വലിക്കട്ടെ. വലിച്ചോ. എന്നാ ബീഡി. ഇതെന്തിനു തികയെ? ഇതൊന്നും തികയൂല. തികയില്ലേ? കുമ്പിള് കുത്തറ കൊടു. വലിച്ചോണ്ടിരി. 2 ദിവസം അവിടെ ഇരുന്ന് ഉറപ്പിച്ച് വലിച്ചു. ഗോസ്റ്റോഗ്രാം ഇൻസ്റ്റാഗ്രാം അത് മനുഷ്യന്മാർക്ക്. ഇത് പ്രേതങ്ങളുടെ സൈനമാണ്. ഗോസ്റ്റോഗ്രാം. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേതം. ഗ്രാം എന്ന് പറഞ്ഞാലോ? ഗ്രാമം. ഗ്രാമത്തിലാണ് മൊത്തം പ്രേതങ്ങൾ. അവിടുന്ന് വേണം എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. അപ്പൊ ആത്മാവിനെ വിളിച്ചോട്ടെ. അവിടെ നിന്ന് എന്തിനാണ് വിളിക്കണത്? എടാ, ഇവക്കടെ ദേഹത്ത് കയറിയേക്കണത് അജാനുബാഹുവായ ഒരു ബാധയാണ്. അപ്പൊ ഇവളെ അടിച്ചൊതുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മാവിനെ തന്നെ നമുക്ക് വിളിക്കണ്ടേ? വേണം. വേണ്ടിയാണ് ഞാൻ നോക്കണത്. വേണോ? വേണം. നിങ്ങൾ ആദ്യം ഒരു തീരുമാനിക്ക്. വേണോ വേണ്ടയോ? വേണം. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നു. അമ്പടാ, അതേ റേഞ്ചിൽ തന്നെയുള്ള ആത്മാവാട്ടോ. പക്ഷെ ആളൊരു പാകിസ്ഥാൻകാരനാ. അംജദ് ഖാൻ. ട്രക്ക് ഡ്രൈവറാ. ട്രക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ മരിച്ചു പോയതാ. കുഴപ്പമില്ല, അത് മതി. ഡീറ്റെയിൽസ് ഒന്നും കൂടി നോക്കാം. നോക്ക്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? എടാ, അവൻ ഒറ്റക്കല്ല മരിച്ചേക്കണത്. പിന്നെ അവന്റെ കൂടെ തീവ്രവാദികളായിരുന്ന 50 പെണ്ണുങ്ങളും ആ ട്രക്കിലുണ്ടായിരുന്നു. അതുങ്ങളും കൂടിയാ മരിച്ചേക്കണം. മൊത്തം 51 ആത്മാവ്. അപ്പൊ 51 എണ്ണത്തിനെ കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തിയേക്കുന്നത്. എടാ, ഒരു ആത്മാവിനെ കളയാൻ പറഞ്ഞപ്പോ താൻ ഉള്ള 51 എണ്ണത്തിനെ കൊണ്ട് തന്റെ ഒരു ലാപ്ടോപ്പ് ഇറങ്ങി പോടോ അവിടുന്ന്. എടാ, നീ കരയണ്ടടാ. അയ്യോ, എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, രഘു പോയാ? രഘുണ്ണൻ പോയാ? എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, രഘുണ്ണ അപ്പൊ ഇവിടെ വന്ന്. അണ്ണാ, രഘുണ്ണ. രഘുവല്ല, ആ പാകിസ്ഥാനിൽ വന്ന അംജിദ് ഖാൻ. അയ്യോ, അംജദണ്ണ, എന്റെ രഘുണ്ണ എവിടെ അണ്ണാ? അവൻ ആ 50 പെണ്ണുങ്ങളുമായി സുഖിക്കാൻ വേണ്ടി പോയേക്കെന്ന്. പാകിസ്ഥാനിലേക്കാ? അല്ല, പട്ടായയിലേക്ക്. എന്നാലും എന്റെ രഘുണ്ണ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് നല്ലൊരു കൈഡി കൊടുക്കണവർക്ക്. അവിടുത്തെ ടീച്ചറും കിട്ടികൾസുമായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഊർജ്ജം പകർന്നത്. നല്ല ഊർജ്ജമായിരുന്നു കേട്ടോ. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? അംബികാമ്മ? നന്നായിരുന്നു. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നന്നായിരുന്നു. ഒരുപാട് ചിരിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ലേ, റിലാക്സ് ആവണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വരണം. ഇടയ്ക്ക് അവിടുന്ന് വർക്ക് ടെൻഷൻ 3-4 സീരിയലിന്റെ ഡേറ്റ് ഒക്കെ ക്ലാഷ് ആകുമ്പം ഇവിടേക്ക് വിളിക്കും. ഡേറ്റ് ഓക്കെ ആണോ നോക്കും. ഒരു മുട്ട വെക്കും. ഏതെങ്കിലും ഒരു ജഡ്ജ് പോവും. ആ ഗ്യാപ്പിൽ ഇവിടെ വരും, ഷോ ചെയ്യും, ചിരിക്കും, തിരിച്ചു പോകും. അങ്ങനെയാണ് ഇപ്പൊ മുട്ടയുടെ വില കൂടിയത്. പക്ഷെ അതുകൊണ്ട് ഗുണം ഉണ്ടാക്കുന്നത് പ്രചോദനത്തിലാ. അന്ന് വെച്ചാ മുട്ട കയറി ഇരിക്കുക. എന്നെ നസീർക്ക ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അന്ന് പോയതാ ഷാജോൻ ചേട്ടൻ. 4 ദിവസം കൊണ്ട് തീരേണ്ട പടമാ. 48 ദിവസമായെന്നാ കേട്ടെ. എന്നെ പ്രചോദേട്ടാ ഇരിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. നമുക്ക് എന്തായാലും തൽക്കാലം ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് വീട്ടിൽ പോവാം. നന്നായിട്ട് ഉറങ്ങി അടുത്ത ദിവസം ഇതിലും മനോഹരമായിട്ട് ചിരിക്കാനും സന്തോഷിക്കാനും നമുക്ക് തിരിച്ചു വരാം.
അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഈസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.